മൂസാ നബിക്ക് നൽകപ്പെട്ട അൽ കിതാബ് അൽ ഫുർഖാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഓപ്ഷൻ എ തൗറാത്തും സബൂറും, ഓപ്ഷൻ ബി ഖുർആനും തൗറാത്തും, ഓപ്ഷൻ സി സത്യവും അസത്യവും വേർതിരിക്കുന്ന തൗറാത്ത് തന്നെ, ഓപ്ഷൻ ഡി മൂസാ നബിയുടെ അത്ഭുതങ്ങൾ. ശരി ഉത്തരം നോക്കാം. അൽ കിതാബ് അൽ ഫുർഖാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസത്യവും സത്യവും വേർതിരിക്കുന്ന തൗറാത്ത് തന്നെയാണ്. അവലംബം അമാനി തഫ്സീർ. പശുക്കുട്ടിയെ ആരാധിച്ചവർക്കുള്ള തൗബയായി കൽപ്പിക്കപ്പെട്ട കഠിനമായ ശിക്ഷ എന്ത്? ഓപ്ഷൻ എ ഉപവാസം അനുഷ്ഠിക്കുക, ഓപ്ഷൻ ബി നിങ്ങളുടെ ആളുകളെ തന്നെ കൊലപ്പെടുത്തുക, ഓപ്ഷൻ സി ഈജിപ്തിലേക്ക് മടങ്ങുക, ഓപ്ഷൻ ഡി മൃഗങ്ങളെ ബലി നൽകുക. പശുക്കുട്ടിയെ ആരാധിച്ച ആളുകൾക്കുള്ള തൗബയായി കൽപ്പിക്കപ്പെട്ട കഠിനമായ ശിക്ഷ എന്ത്? ഉത്തരം ആലോചിച്ച് നോക്കൂ. ശരി ഉത്തരം ബി നിങ്ങളുടെ ആളുകളെ തന്നെ കൊലപ്പെടുത്തുക. ആയത്ത് 54 അള്ളാഹുവിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച പദം ഏതാണ്? ഓപ്ഷൻ എ ഖാലിഖ്, ഓപ്ഷൻ ബി ഗഫൂർ, ഓപ്ഷൻ സി റസാഖ്, ഓപ്ഷൻ ഡി ബാരി. ശരി ഉത്തരം ആലോചിച്ച് നോക്കൂ. ഓപ്ഷൻ ഡി ബാരി, പ്രപഞ്ചത്തെ ശൂന്യതയിൽ നിന്ന് രൂപപ്പെടുത്തിയ സൃഷ്ടികർത്താവ്. നിങ്ങളുടെ ബാരിയിലേക്ക് മടങ്ങുക എന്നാണ് കൽപ്പന. അള്ളാഹുവെ ഞങ്ങൾ നേരിട്ട് കാണുന്നതുവരെ വിശ്വസിക്കില്ല എന്ന് ആവശ്യപ്പെട്ടത് ആരാണ്? ഓപ്ഷനുകൾ പരിശോധിക്കാം. ഫിർഔന്റെ ആളുകൾ, ഓപ്ഷൻ എ ഫിർഔന്റെ ആളുകൾ, ഓപ്ഷൻ ബി ഇസ്രായേലിയരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 70 പ്രമുഖർ, ഓപ്ഷൻ സി സാധാരണക്കാരായ ജനങ്ങൾ, ഓപ്ഷൻ ഡി സാമിരിയുടെ അനുയായികൾ. ശരി ഉത്തരം ഓപ്ഷൻ ബി. തൗറാത്തിന്റെ കൽപ്പനകൾ കേൾക്കാൻ തൂർ പർവ്വതത്തിനടുത്ത് വന്ന 70 നേതാക്കന്മാർ അള്ളാഹുവെ നേരിട്ട് കാണണമെന്ന് ശാഠ്യം പിടിച്ചു. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഇസ്രായേലിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 70 പ്രമുഖർ. അടുത്ത ചോദ്യം. ഈ ധിക്കാരപരമായ ആവശ്യത്തെ തുടർന്ന് 70 പ്രമുഖർക്ക് ബാധിച്ച ശിക്ഷ എന്ത്? അള്ളാഹുവിനെ കാണണമെന്ന ഈ ധിക്കാരപരമായ ആവശ്യത്തെ തുടർന്ന് ഇസ്രായേലിയരായ 70 പ്രമുഖർക്ക് ബാധിച്ച ശിക്ഷ എന്ത്? ഓപ്ഷൻ എ ഭൂമികുലുക്കം, ഓപ്ഷൻ ബി വെട്ടുകിളി ആക്രമണം, ഓപ്ഷൻ സി ഘോരഗർജനം അല്ലെങ്കിൽ ഇടിമിന്നൽ, ഓപ്ഷൻ ഡി കല്ലുമഴ. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. അവർ നോക്കി നിൽക്കെ തന്നെ ഭയങ്കരമായ ഒരു ഇടിമിന്നൽ സ്വായിഖത്ത് അഥവാ ശിക്ഷാമാരി വന്ന് അവരെ പിടികൂടി. ദൈവിക ധിക്കാരത്തിന്റെ ഭവിഷ്യത്ത് ഇതാണ്. അവർ നമുക്കൊരു ദ്രോഹവും വരുത്തിയിട്ടില്ല, അവർ തങ്ങളോട് തന്നെ അതിക്രമം ചെയ്തു. ഇത് അള്ളാഹു പറഞ്ഞത് എന്തിന്? ഏത് സന്ദർഭത്തിലാണ് ഇങ്ങനെ പറഞ്ഞത്? ഓപ്ഷനുകൾ പരിശോധിക്കാം. ഓപ്ഷൻ എ അവർ കൃഷി ചെയ്യാത്തതിനാൽ, ഓപ്ഷൻ ബി അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിച്ചതിനാൽ, ഓപ്ഷൻ സി അവർ യുദ്ധത്തിന് വിസമ്മതിച്ചതിനാൽ, ഓപ്ഷൻ ഡി അവർ വിഗ്രഹങ്ങളെ ആരാധിച്ചതിനാൽ.
ശരി ഉത്തരം ആലോചിച്ച് നോക്കൂ. ഓപ്ഷൻ ബി, അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിച്ചു. മനുഷ്യരുടെ നന്ദികേട് കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രതാപത്തിന് ഒരു കുറവും വരില്ല, നഷ്ടം മനുഷ്യന് തന്നെ. അവലംബം അമാനി തഫ്സീർ. അടുത്ത ചോദ്യം, ആ പട്ടണത്തിന്റെ കവാടത്തിലൂടെ എങ്ങനെ പ്രവേശിക്കണം എന്നായിരുന്നു കൽപ്പന? ഓപ്ഷൻ തലയുയർത്തി പിടിച്ച്, ഓപ്ഷൻ ബി കുതിരപ്പുറത്ത് ഏറിക്കൊണ്ട് പ്രവേശിക്കണം, ഓപ്ഷൻ സി തലകുനിച്ച് വിനയത്തോടെ പ്രവേശിക്കണം, ഓപ്ഷൻ ഡി ഉറക്കെ തക്ബീർ ധ്വനികളോടെ പ്രവേശിക്കണം. ശരി ഉത്തരം ഏതാണ്? ശരി ഉത്തരം ഓപ്ഷൻ സി, തലകുനിച്ച് വിനയത്തോടെ പ്രവേശിക്കണമെന്നാണ് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട് തലകുനിച്ച് വിനയത്തോടെ പ്രവേശിക്കണം എന്നായിരുന്നു കൽപ്പന. അങ്ങനെ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ ഉച്ചരിക്കേണ്ടിയിരുന്ന പാപമോചന വാക്ക് എന്ത്? ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ അസ്തഗ്ഫിറുല്ലാഹ്, ഓപ്ഷൻ ബി ഹിത്തോത്തുൻ, ഓപ്ഷൻ സി സുബ്ഹാനല്ലാഹ്, ഓപ്ഷൻ ഡി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവർ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരെന്താണ് ഉച്ചരിക്കേണ്ടത് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ശരി ഉത്തരം നോക്കാം. ഓപ്ഷൻ ബി ഹിത്തോത്തുൻ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണമേ എന്ന അർത്ഥം ഈ വാക്ക് ഉച്ചരിക്കണമെന്നായിരുന്നു കൽപ്പന. അത് വിനയത്തിന്റെ ആവിഷ്കാരമായിരുന്നു. അടുത്ത ചോദ്യം, ധിക്കാരികൾ ഹിത്തോത്തുൻ എന്ന വാക്കിന് പകരം പരിഹാസപൂർവം മാറ്റിമറിച്ച വാക്ക് എന്ത്? അതിന് പകരം ഹിത്തോത്തുൻ എന്ന് പറയുന്നതിന് പകരം മറ്റൊരു വാക്കാണ് അവർ പറഞ്ഞത്. അതെന്തായിരുന്നു? ഓപ്ഷനുകൾ നോക്കാം. ഹിൻതോത്തുൻ ഒരു ധാന്യമണി, ഹയ്യത്തുൻ ഓപ്ഷൻ സി, ഹുബ്ലുൻ ഓപ്ഷൻ ഡി, മലായികത്തുൻ. ശരി ഉത്തരം നോക്കാം. അവർ വാക്ക് മാറ്റിക്കളഞ്ഞു. ഹിത്തോത്തുൻ എന്ന് പറയുന്നതിന് പകരം പാപമോചനത്തിന്റെ വാക്കുകൾക്ക് പകരം അവർ ഗോതമ്പ് മണി എന്നർത്ഥം വരുന്ന രീതിയിൽ ആ വാക്കിനെ പരിഹസിച്ചു, അതിനെ മാറ്റിക്കളഞ്ഞു. ജസാക്കല്ലാഹു ഖൈർ.